കഴിഞ്ഞു. നാനാത്വത്തിൽ ഏകത്വം എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സവിശേഷത. എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ, രാഷ്ട്രീയത്തിന്റെയും പേരിൽ മനുഷ്യർ പരസ്പരം ഇല്ലാതാകുന്നു. കൊലപാതകങ്ങളും സ്ത്രീപീഡനങ്ങളും സ്ത്രീധന മരണങ്ങളും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളും തുടർക്കഥയാകുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ബോംബുകളും തോക്കുകളും കൊണ്ട് വിപ്ലവം നടത്താനാകില്ല. വിപ്ലവത്തിനേക്കാൾ മൂർച്ച കൂട്ടേണ്ടത് ആശയത്തിന്റെ ഉരക്കല്ലിലാണ് എന്ന് ഭഗത് സിംഗിന്റെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അധിനിവേശത്തിന്റെ കാഴ്ചകളെ പൊട്ടിച്ചെറിഞ്ഞ് ഭാരതം പടുത്തുയർത്തിയത് ഒരേകാധിപത്യ സാമ്രാജ്യമല്ലായിരുന്നു. അത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നയിക്കുന്ന ഭരണം എന്ന വ്യവസ്ഥയാണ്. ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന വാക്കാൽ പ്രതിജ്ഞ ചെയ്താൽ മാത്രം നാം ആരും യഥാർത്ഥ ഇന്ത്യക്കാരാകില്ല. കവി പറയുന്ന പോലെ, ആണ്ടേക്കൊരിക്കൽ ആഗസ്റ്റ് 15 നുണയേണ്ട മധുരമോ ഭാരതം. അല്ല, അത് നമ്മുടെ രക്തവും വികാരവുമാണ്. ഇന്ത്യ 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം.